Hello dear students. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ടിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു on എന്നുള്ള ഒരു preposition എവിടേക്കാ യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. സോ ഇന്നത്തെ ടിപ്പിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് at എവിടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു ടിപ്പ് വഴി പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് at എവിടേക്കാണ് യൂസ് ചെയ്യുക, prepositions of time പറയുമ്പോൾ at എവിടെ യൂസ് ചെയ്യും, prepositions of place പറയുമ്പോൾ at എവിടെ യൂസ് ചെയ്യും എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കുന്ന സമയത്ത് ചിലപ്പം ഇച്ചിരി കൺഫ്യൂഷൻസ് അവിടെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. സോ at എവിടേക്ക് യൂസ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. at എന്നുള്ളൊരു preposition എവിടെ യൂസ് ചെയ്യാന്നുള്ളത് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് at pet എന്നുള്ളൊരു ടിപ്പ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താണ് at pet? എൻ്റെ കൂടെ പറഞ്ഞേ, at pet. at pet. at എന്നുള്ള preposition ആണ്. ഇത് pet എന്നുള്ളൊരു യൂസേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് ഈ pet? PET. ഇതിൽ P എന്താണ്, E എന്താണ്, T എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ P എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എക്സാക്ട് പ്ലേസോ എക്സാക്ട് പൊസിഷനോ ആണ്. ഓക്കെ, സോ at മൈ ഹൗസ് അല്ലെങ്കിൽ അറ്റ് ദി ഓഫീസ് എന്നൊക്കെ പറയുമ്പം എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഈ പി കൊണ്ട് ഉദ്ദേശിച്ചത്, എക്സാക്ട് പ്ലേസോ പൊസിഷനോ പറയുന്ന സമയത്ത്. ഓക്കെ, സോ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നമ്മൾ എക്സാക്ട് പ്ലേസോ അല്ലെങ്കിൽ എക്സാക്ട് പൊസിഷനോ പറയുന്ന സമയത്ത് നമ്മൾ അറ്റ് എന്നുള്ളൊരു preposition-ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, ഈ ആണ്. ഈ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്തെങ്കിലും ഒരു ഇവൻറ്റിനെ പറ്റി പറയുമ്പം ഇവൻ്റ് ആണ് ഈ എന്നുള്ളൊരു ലെറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവൻറ്റിനെ പറ്റി പറയുന്ന സമയത്തും നമുക്ക് അറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. at pet. ഓക്കെ, അതിൽ പി എന്ന് പറയുന്നത് എക്സാക്ട് പ്ലേസോ പൊസിഷനോ ആണ്, ഇ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ അറ്റ് മൈ വെഡിങ് എന്നൊക്കെ പറയും, കല്യാണം പറയുന്ന സമയത്ത് അറ്റ് ദ ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഒരു ഇവൻറ്റിനെ പറ്റി പറയുമ്പോൾ. ഓക്കെ, ഇനി അവസാനത്തേത് ഏതാണ്? ടി ആണ്. അറ്റ് പെറ്റ് ആണ് അല്ലേ. പി കഴിഞ്ഞു, ഇ കഴിഞ്ഞു, അവസാനത്തെ ഏതാണ്? ടി ആണ്. ടി എന്നുള്ളത് എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. ടി എന്നുള്ളത് ടൈമാണ് അല്ലേ. സോ സമയത്തിനെ പറ്റി പറയുമ്പം നമ്മൾ അറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അറ്റ് 5 o'clock, അറ്റ് 2 PM, അറ്റ് 11 AM എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അറ്റ് എന്നുള്ളൊരു preposition ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ അറ്റ് എന്നുള്ളൊരു preposition എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചെടുക്കാനായിട്ട് പെറ്റ് എന്നുള്ളൊരു ചെറിയൊരു ടിപ്പ് മാത്രം നിങ്ങൾ ആലോചിച്ചെടുത്താൽ മതി, ഒരു മാജിക് ടിപ്പ് പോലെ. ഓക്കെ, സോ പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ഫോർ എക്സാക്ട് പ്ലേസ് ആൻഡ് പൊസിഷൻ, ഇ ഈസ് ഫോർ ഇവൻറ്റ്, T is for time. ഓക്കെ, സോ അറ്റ് എവിടെയാണ് യൂസ് എന്നുള്ള കാര്യം ഇനി ആലോചിച്ചെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടില്ല അല്ലേ. സോ ഇനി അവസാനം ഒരു preposition കൂടി നമുക്ക് പഠിക്കാൻ ബാക്കിയുണ്ട്, അതേതാണ്? ഇൻ ആണ് അല്ലേ. സോ ഇനി ഇൻ എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത ടിപ്പിലൂടെ പഠിക്കാം കേട്ടോ. സോ നമ്മൾ വേഗം തന്നെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓൾറൈറ്റ്, സോ ബൈ.